ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേജിൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. കാരണം ഏട്ടനെ കൊണ്ട് കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു ഒന്ന് പുറത്തുനിന്ന് മീൻസ് പാർലറിൽ വന്നിട്ട് ഒന്ന് പെഡിക്യൂർ ചെയ്യണം. ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് ആൾ ഭയങ്കര ബഹളമാണ്. അപ്പോൾ എനിക്കൊന്ന് അറിയണമായിരുന്നു എങ്ങനെയാണ്. അപ്പോൾ നോർമൽ റൊട്ടീൻസൊക്കെ നടക്കുവാണ്, ഹെയർ കട്ട്, ബിയേർഡ്, പിന്നെ ആളിപ്പോൾ ഒരു ഫേസ് ഒരു ഇത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫേഷ്യൽ പോലെ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വോയിസ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് പോകുന്നുണ്ടായിരുന്നു പാർലറിൽ. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ എഗെയിൻ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുവാണ്. ആളിത് നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ ധൈര്യം അങ്ങ് എന്താ പറയുക ഉള്ള പോലെ അങ്ങ് ഇരിക്കുവാണ്. അപ്പുറത്തൊരു പെൺകൊച്ചുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുമല്ലോ എന്തായാലും. അപ്പം എനിക്കെന്തായാലും ഭയങ്കര രസമായിരുന്നു നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഒന്ന് പുറത്തുനിന്ന്, കാരണം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതൽ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ചെയ്ത് കൊടുക്കൽ അത്ര പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇയാളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഹോട്ട് വാട്ടർ ആൾക്ക് ഇങ്ങനത്തെ ചൂട് അങ്ങനത്തെയൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അത് ചൂട് കുറച്ച് കൂടിയപ്പം ഇങ്ങനെ പറയുവാണ്, ചൂട് കൂടുതലുണ്ട് എന്ന് പറയുവാണ്. അപ്പം ഇത് ഓരോരോ പ്രൊസീജിയറായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ ആൾക്കായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ ആൾ ഷൂട്ടിന് പോയതുകൊണ്ട് ഞാൻ ഈ സമയത്താണ് എഡിറ്റ് ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ കുറച്ച് ഭാഗം ഞാൻ ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പേടിയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പാർലറിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കര ചൂട് വെള്ളത്തിൽ കാല് വെച്ച് ഇങ്ങനെ അതുമയാണ് ബ്രഷ് ചെയ്ത് കാല് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൾ പേടിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ സംഭവം എന്ന് അറിയാതെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒരു എന്താ പറയുക ആകാംക്ഷ എന്തോ പറയുക ആ സാധനം അതുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ട്രയൽ ഇങ്ങനെ വീട്ടിൽ ചെയ്തു തന്നപ്പോൾ കാലിൻ്റെ അടിയിൽ മുഴുവൻ നമുക്കിങ്ങനെ ഇക്ലി ആവാന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ വിരലിൻ്റെ അടിയിൽ ഇങ്ങനെ കാലിൻ്റെ അടിയിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്നുണ്ട് അവർ കുറച്ച് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഈ മസാജ് ചെയ്തപ്പോൾ കാലിൻ്റെ അടിയിലൊക്കെ മസാജ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉറക്കം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, ഒരു 6 മാസത്തിലൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ ഹെഡ് മസാജ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു, നന്നായിട്ടൊന്ന് ഉറങ്ങാനായിട്ട്. നമുക്കത് വേറെ സ്ഥലത്ത് പോയി ചെയ്യാവേ. എന്താ പറയുക, ഏട്ടന് നല്ല പേടിയുണ്ടെന്ന് തന്നെ ആ കൊച്ചിന് മനസ്സിലായത് കൊണ്ട് നല്ല കെയർ ചെയ്തിട്ട് തന്നെ ആ കുട്ടി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല വൃത്തിക്ക് തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനും സെയിം ഇത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് എടുത്തിരിക്കുന്നത് ഐസ്ക്രീം പെഡിക്യൂർ ആയിരുന്നു. കൊള്ളായിരുന്നു, കാരണം ഒരു പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ. നോർമലി എല്ലാത്തിനേക്കാളും നല്ല ഒരു പെഡിക്യൂർ ആയിരുന്നു. ഞങ്ങളിവിടെ മുകളിൽ VIP ലോഞ്ചിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ താഴെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് പ്രൈവസി തരാമോ, കാരണം ഏട്ടന് കുറച്ചും കൂടെ പ്രൈവസി ആയിട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ ബെറ്റർ. അപ്പോൾ ഞങ്ങൾ മുകളിൽ ഇരുന്നു. പിന്നെ ഇത് നഖം വെട്ടുന്നതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. എന്നെ കൊണ്ടൊന്നും വീട്ടിൽ നിന്ന് തൊടിയിക്കാറില്ല. ആൾക്ക് ഈ നഖം വെട്ടുന്നത് അങ്ങനത്തെയൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് അവർ പിന്നെ എന്താ പറയുക ഒരു കത്രിക പോലെയുള്ള ഒരു ഇത് വെച്ചിട്ടാണ് നെയിൽ കട്ടർ അതാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നല്ലതായിരുന്നു അത്. അപ്പം ആളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് പറ. കൊള്ളായിരുന്നു. ഫസ്റ്റ് ടൈമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ചെയ്തത് എന്തായിരുന്നു, ഐസ്ക്രീം പാക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇത് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതന്നെ. അപ്പം ഞാനും ചെയ്തു. ഇതിപ്പോൾ നോർമൽ പെഡിക്യൂറിന് കൂടാതെ അതിൻ്റെ കൂടെ എന്തോ ഒരു എക്സ്ട്രാ പാക്ക് ഉണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു. കാരണം അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു കളറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, കാലിൻ്റെ ഒരു എഫക്റ്റ് ഒരു 2-3 ദിവസത്തേക്ക് എനിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കും അതെ, അന്ന് നല്ലൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് കാലിന് മൊത്തത്തിൽ. അപ്പം അതുകൊണ്ട് അത് നല്ലതാണെന്ന് തോന്നി. വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, എനിക്കും ഏട്ടൻ്റെ ഈ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇക്ലിയാക്കുമ്പോൾ ഒരു സംഭവം മാത്രമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്